പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്റ്റീവ് വേർബ് എങ്ങനെയാണ് പാസീവ് വേർബിലേക്ക് മാറുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു ലിസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചിട്ട് നിങ്ങൾ ഞാൻ തന്ന 10 ചോദ്യങ്ങളിലെ ശരി ഉത്തരത്തിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞത്. ആക്റ്റീവ് വേർബ് പാസീവിലേക്ക് മാറുമ്പോൾ B+V3 ആയി മാറുന്നു എന്ന് പഠിച്ചു വെക്കുക. ആക്റ്റീവ് വേർബ് ഏത് ടെൻസിലാണോ ഉള്ളത് ആ ടെൻസിലേക്ക് ബിയുടെ ഫോമാണ് മാറേണ്ടത്. പിന്നെ ആക്റ്റീവ് വേർബ് ഏതാണോ ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം. അപ്പോൾ ഒരു ആക്റ്റീവ് വോയിസിലെ ഒരു വേർബ് എടുത്താൽ അതിലൂടെ 2 വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ സെന്റൻസ് എന്ന് പറയാം, രാമ കിൽഡ് രാവണ. ഇവിടെ കിൽഡ് എന്നാണുള്ളത്. ഈ കിൽഡിൽ നിന്ന് പാസീവിലേക്ക് പോകുമ്പോൾ അത് 2 വാക്കായിട്ട് മാറുന്നു. B+V3 ആയിട്ട് മാറുന്നു. കിൽഡ് എന്നതിൻ്റെ V3 ആണ് നമുക്ക് വേണ്ടത്. അത് കിൽഡ് തന്നെയാണ്. പിന്നെ ബിയുടെ ഒരു ഫോമോ ആണ്. ചില ഘട്ടത്തിൽ ബി അതേപടി നിൽക്കും. അത് നിൽക്കുന്നത് ബിയുടെ കൂടെ ഓക്സിലറി വേർബ് വരുമ്പോഴാണ്. എന്നാൽ പലപ്പോഴും ബി മാറി വരും. ബി മാറി വരുന്നത് നമുക്ക് ആക്റ്റീവ് വോയിസിൽ തരുന്ന സെന്റൻസ് ഏത് ടെൻസിലാണോ ഉള്ളത് ആ ടെൻസിലേക്ക് ബീനെ മാറ്റണം. അപ്പോൾ നമുക്ക് ഈ രാമ കിൽഡ് രാവണ എന്ന സെന്റൻസ് എടുത്താൽ ഈ കിൽഡിന്റെ കൂടെ ഓക്സിലറി വേർബ് ഇല്ല. അപ്പോൾ ED ഫോമിന്റെ കൂടെ ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ അത് വേർബിന്റെ 2ാമത്തെ ഫോമാണ്. വേർബിന്റെ 2ാമത്തെ ഫോം ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇതറിയുന്ന ഒരാൾക്ക് ബിയെ പാസ്റ്റിലേക്ക് മാറ്റണം. ബിയുടെ പാസ്റ്റ് ഫോം ഏതാണ്? ബിയുടെ പാസ്റ്റ് ഫോമാണ് വോസ് അല്ലെങ്കിൽ വേർ. ബിയുടെ പ്രസന്റ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ബിയുടെ പ്രസന്റ് ഫോമാണ് ആം, ഈസ്, ആർ. ബിയുടെ ING ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ബീയിങ് ആണ്. ബിയുടെ V3യിലേക്ക് വരുന്ന ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീനാണ്. ബി ആണ് 1ാമത്തെ ഫോം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവിലെ വേർബിനെ പാസീവിലേക്ക് മാറ്റേണ്ടത്. ഇവിടെ നമുക്ക് രാമ കിൽഡ് രാവണ എന്നത് എങ്ങനെയാണ് രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് വരുന്നത്? ആക്റ്റീവ് വോയിസിലെ ഒരു സെന്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വേർബ് മാത്രം മാറ്റിയാൽ പോരാ, ഈ സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റിന്റെയും സ്ഥാനവും മാറ്റണം. അതായത് രാമ കിൽഡ് രാവണ എന്നതിനെ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാണ് പറയുന്നത്. ഈ സെന്റൻസ് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ രാവണന്റെ സ്ഥാനത്തേക്ക് പോകുന്നു, രാവണൻ രാമന്റെ സ്ഥാനത്തേക്ക് വരുന്നു. ഇതിലെ രാമനാണ് പ്രവൃത്തി ചെയ്യുന്ന ആള്, രാവണൻ പ്രവൃത്തിക്ക് വിധേയനാകുന്ന ആളാണ് കില്ലെന്ന പ്രവൃത്തിക്ക്. അപ്പൊ ഇവർ പരസ്പരം മാറുന്നു. പാസീവില് പരസ്പരം മാറുമ്പോൾ ഈ സബ്ജക്റ്റായി വരുന്ന വാക്കിൻ്റെ ഇവിടെ രാമന്റെ കൂടെ ബൈ ചേർക്കുന്നു. ഇതൊക്കെ പൊതുവെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വേർബിനെയാണ്. കിൽഡ് എങ്ങനെ വാസ് കിൽഡ് ആയെന്ന് വെച്ചാൽ B+V3 ആണ് പാസീവ് ഫോം എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ബി പ്ലസ് V3 ഇതെപ്പോൾ മനസ്സിലുണ്ടാകണം. അപ്പൊ കിൽഡിന്റെ V3 കിൽഡ് തന്നെ. ബിയുടെ ഫോം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഈ രാമ കിൽഡ് രാവണ എന്നതിലെ കിൽഡ് ഏത് ടെൻസ് ആണെന്ന് നോക്കിയാൽ മതി. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഈ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ബിയുടെ ഫോമായിട്ട് ഉപയോഗിക്കുന്നത് വോസും വേറുമാണ്. അപ്പൊ ഈ കിൽഡിന്റെ കൂടെ വോസ് അല്ലെങ്കിൽ വേറ് വെച്ചാൽ അത് പാസീവ് വോയിസ്. വോസും വേറും വെക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളാണെങ്കിൽ വോസ് വെക്കുക, ഒന്നിലധികം ആളുകൾ അഥവാ പ്ലൂറൽ ആണെങ്കിൽ വേറെ വെക്കുക. രാമ കിൽഡ് രാവണയില് രാവണൻ ഒരാളാണ്, അതുകൊണ്ട് രാവണ വോസ് നായി. അവിടെ പ്ലൂറലാണ് വരുന്നെങ്കിൽ 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വെക്കേണ്ടി വരും. ആ 2 പേരും ഫസ്റ്റിലേക്ക് വരുമല്ലോ. ഇതാണ് ആ നിയമം. അതൊന്ന് മനസ്സിൽ വെക്കുക. അത് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കുറച്ച് ചോദ്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ചാൽ നമ്മൾ അതിലേക്ക് എത്തും. കാരണം ഇത് ഓർമ്മയിൽ തങ്ങി നിൽക്കും. കേട്ട് വേണമല്ല നമ്മളിത് പഠിച്ച് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ പാസീവ് ഫോം ഓഫ് ഹി ഇഷ്യൂഡ് ദി ഓർഡേഴ്സ് ഈസ് എന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ആവർത്തിക്കുന്നു. ഇവിടെ ഹി സബ്ജക്റ്റ് ആണ്, ഇഷ്യൂഡ് ആണ് വേർബ്, ദി ഓർഡേഴ്സ് ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ സ്വാഭാവികമായും ഹീയുടെ സ്ഥാനത്ത് ദി ഓർഡേഴ്സ് വരണം. ആ ഓർഡേഴ്സിന്റെ സ്ഥാനത്ത് ഹി പോയി നിൽക്കണം. അതിൻ്റെ കൂടെ ബൈ ചേർക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാമ കിൽഡ് രാവണയില് രാവണൻ ഫസ്റ്റിലേക്ക് വരുമ്പോൾ മാറ്റമൊന്നുമില്ല, അതൊരു നൗണാണ്. രാവണൻ ഫസ്റ്റ് വരുന്നു, രാമൻ ലാസ്റ്റ് പോകുന്നു. എന്നാൽ ഈ പ്രോനൗൺ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്ന പ്രോനൗൺ, അതായത് വേർബിന് മുമ്പിൽ വരുന്നത്. ഇവിടെ ഇഷ്യൂഡ് എന്ന വേർബിന് മുമ്പിലാണല്ലോ ഈ വന്നത്, അതാണ് സബ്ജക്റ്റ്. ആ പ്രോനൗണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ആയിരിക്കണം. അതാണ് സബ്ജക്റ്റ് പ്രോനൗൺ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദൈ. അതേസമയം ഈ പ്രോനൗണ് വേർബിന് ശേഷം വരുമ്പോൾ, ഇവിടെ ഇഷ്യൂഡ് അല്ലെങ്കിൽ രാമ കിൽഡ്, അപ്പൊ കിൽഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ് അതിന് ശേഷം വരുമ്പോൾ ഈ പ്രോനൗണിന് മാറ്റം വരും. കാരണം സബ്ജക്റ്റിലാണ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ മറ്റൊരു ഫോമാണ്. ആ ഒബ്ജക്റ്റ് ഫോം ഐക്ക് മീ ആണ്, അതുപോലെ വിക്ക് അസ് ആണ്, യുവിന് മാറ്റമില്ല, യു തന്നെ ഉപയോഗിക്കാം. പിന്നെ ഹീക്ക് ഹിമ്മാണ്, ഷീക്ക് ഹെറാണ്, ഇറ്റിന് മാറ്റമില്ല, ഇറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈ ദമ്മായിട്ട് മാറുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വരുന്നത് ഒബ്ജക്റ്റിന്റെ ഭാഗത്ത് വേർബിന് ശേഷമാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ബൈ ചേർക്കുക. ബൈ ഹി എന്ന് പറയില്ല, ബൈ ഹിം എന്നാണ് പറയുക. ഈ ബൈ പോലുള്ള ഒരു പ്രിപ്പൊസിഷൻ ഉപയോഗിക്കുമ്പോൾ പ്രിപ്പൊസിഷന് ശേഷം ഫ്രം ഹി എന്ന് പറയില്ല, ഫ്രം ഹിം എന്നാണ് പറയുക. ഇതൊന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഹി ഇഷ്യൂഡ് ദി ഓർഡേഴ്സ് എന്നത് ദി ഓർഡേഴ്സ് ഫസ്റ്റ് വരണം, ഓർഡേഴ്സിന്റെ സ്ഥലത്ത് ബൈ ഹിം വരണം. ഒന്നാമത്തെ ഓപ്ഷനിലും മൂന്നാമത്തെ ഓപ്ഷനിലും അങ്ങനെ ഈ ഓർഡേഴ്സ് ഫസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിലും മൂന്നാമത്തെ ഓപ്ഷനിലും ആക്റ്റീവ് വോയിസിലെ ഹി അതേപടി അവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അത് നമുക്ക് സ്വീകാര്യമല്ല, അതിനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഓർഡേഴ്സ് എന്നുണ്ട്, ഫസ്റ്റിൽ വന്ന ഓർഡേഴ്സ് ശ്രദ്ധിക്കണം. ഹി ഒരാളാണ്,
അതായത് സിംഗുലർ ആണെങ്കിൽ ഓർഡേഴ്സ് പ്ലൂറലാണ്. ഓർഡർ എന്നല്ലുള്ള ഓർഡേഴ്സ് എന്നാണ്, അത് പ്ലൂറലാണ്. ഇഷ്യൂഡിൻ്റെ കൂടെ ഓക്സിഡോവിനൊന്നും കാണുന്നില്ല, ഇ ഡി ഫോമാണ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബിയുടെ പാസ്റ്റ് ഫോമാണ്. ബിയുടെ പാസ്റ്റ് ഫോം വാസ് അല്ലെങ്കിൽ വേറാണ്. ഇവിടെ ഓപ്ഷൻസിൽ ഒന്നിൽ വാസും കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ വേറും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ദി ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം എന്നാണ്. നാലാമത്തിൽ പറയുന്നത് ദി ഓർഡേഴ്സ് വാസ് ഇഷ്യൂഡ് ബൈ ഹിം എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓർഡേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വാസ് പറ്റില്ല. ഓർഡേഴ്സ് പകരം അവിടെ ദി ഓർഡർ എന്നാണെങ്കിൽ വാസ് പറ്റും. ദി ഓർഡർ വെയർ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ദി ഓർഡേഴ്സ് എന്നുള്ളത് കൊണ്ട് വേഴ്സിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അത് വേറാണ്. അപ്പോൾ ദി ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം എന്നതാണ് ശരിയായ ഓപ്ഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ സെന്റൻസിലേക്കാണ് പോകുന്നത്. സംവൺ ഹാസ് ലോക്ക്ഡ് ദ റൂം. ഇതാണ് ആക്റ്റീവിലെ സെന്റൻസ്. ഇതിനെയാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റേണ്ടത്. ഇവിടെ സംവണ്ണിന്റെ സ്ഥാനത്തേക്ക് ദ റൂം വരണം. അത് 4 ഓപ്ഷൻസിലും വന്നിട്ടുണ്ട്. ബൈ സംവൺ, ബൈ എനി വൺ, ബൈ നോ വൺ അങ്ങനെ സാധാരണ പറയാറില്ല എന്നേ ഉള്ളൂ. ഈ ബൈ ഏജന്റ് എപ്പോഴും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇവിടെ സെന്റൻസിന്റെ തുടക്കത്തിൽ, പാസീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ ദ റൂം വന്നു. ബൈ സംവൺ വേണ്ട, അത് ഓപ്ഷനിൽ ഇല്ല. പിന്നെ ഉള്ളത് ഹാസ് ലോക്ക്ഡ് എന്നാണ്. ഹാസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഏതാ ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ അതേ ടെൻസിൽ തന്നെയാണ് നമ്മൾ പാസീവിൽ വരേണ്ടത്, ടെൻസ് മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹാസ് എന്നൊരു ഓക്സിലറി വേർബ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു ഓക്സിലറി വേർബ് കണ്ടാൽ ഒന്നുകിൽ അതേ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപം എവിടെ വേണം? പാസീവിൽ വേണം. എന്നാൽ അതേ ടെൻസ് കിട്ടും. അപ്പൊ ഇവിടെ ഹാസിന് പകരം ഹാവ് വെക്കാം. പക്ഷെ ഇവിടെ റൂമല്ല ഉള്ളത്. റൂമിന് പകരം നമ്മൾ റൂംസ് ആണ് വന്നതെങ്കിൽ ഹാസ് വെക്കാൻ പറ്റില്ല, ഹാവ് വെക്കണം. റൂം ഒരെണ്ണായോണ്ട് ഹാസ് വെക്കാം. ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഇവിടെ ഹാഡ് ഓപ്ഷനിൽ ഇതിൽ കൊടുത്തിട്ടില്ല. ഹാഡ് ഓപ്ഷനിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റിന്റെ, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഓർമ്മയിൽ ഇവിടെ ആസ് ആണല്ലോ ആക്റ്റീവില്, അതുകൊണ്ട് പാസീവില് ഹാഡ് എടുക്കണ്ടേ എന്ന് കരുതി ഹാഡ് എടുത്തേക്കരുത്. ടെൻസ് മാറ്റാൻ പാടില്ല. ടെൻസ് മാറ്റലൊക്കെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നോക്കിയാൽ മതി. ആക്റ്റീവ് പാസീവില് ടെൻസ് മാറ്റാൻ പാടില്ല. ആക്റ്റീവില് ഏത് ടെൻസ് ആണോ ആ ആക്റ്റീവ് വോയിസ് സെന്റൻസിലുള്ളത് അതേ ടെൻസ് പാസീവ് വോയിസ് സെന്റൻസിൽ വേണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്സിലറി വേർബ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വേർബ് നിങ്ങൾ എടുത്ത് അതേപടി വെക്കണം. ചിലപ്പോൾ ഇതുപോലെ ഹാസ് ഹാവ് ആകാം, ഈസ് ആർ ആകാം, ആർ ഈസ് ആകാം, വാസ് വേർ ആകാം, വേർ വാസ, ഇങ്ങനെ വരാന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആസ് അതേപടി എടുത്ത് വെക്കുന്നു. പിന്നെ ലോക്ക്ഡ് എത്രാമത്തെ ഫോമാണ്? ഹാസിന് ശേഷം ഉപയോഗിക്കുന്നത് വേർബിന്റെ 3ാമത്തെ ഫോമാണ്, V3 ആണ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീനാണ്. അപ്പോൾ ബീന് വെക്കുന്നു. ലോക്ക്ഡിന്റെ 3ാമത്തെ ഫോം ലോക്ക്ഡ് തന്നെയാണല്ലോ. അപ്പോൾ ബീൻ ലോക്ക്ഡ്. അപ്പൊ ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഓപ്ഷൻ ബി അതാണല്ലോ കറക്റ്റ് ആൻസർ. ഇവിടെ പിന്നെ വേറെ പ്രയോഗങ്ങളൊന്നും ഇല്ല. ഇവിടെ ഹാസിന്റെ ഒരു പ്രയോഗമേ ഉള്ളൂ. ഹാസിന്റെ കൂടെ ഹാവ് വന്നിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഹാസ് ഉള്ള 2 ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈ രീതിയിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എടുക്കാൻ പറ്റും. നേരത്തെ വേറും വാസും വന്ന്, ബിയുടെ പാസ്റ്റായ വേറും വാസ് രണ്ടും ഓപ്ഷനിലുള്ളത് കൊണ്ടാണ് വാസ് വേണോ വേറ് വേണോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഹാസ് ആക്റ്റീവിലുണ്ട്, ആ ഹാസ് പാസീവിൽ കണ്ടാൽ അതും എടുത്തേക്ക. ഇവിടെ വേറൊന്നുമില്ല. ഇവിടെ 1ാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ദ റൂം ഈസ് ബീയിങ് ലോക്ക്ഡ് എന്നാണ്. അവിടെ ഈസ് വന്നു, ഹാസ് ഈസ് ആവാൻ പാടില്ല. മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ടെൻസ്.
ഈസും ING വന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് തന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുപോലെ ഓപ്ഷൻ സിയിൽ പറയുന്നത് ദ റൂം ഈസ് ലോക്ക്ഡ്. ദ റൂം ഈസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രസന്റ് ടെൻസ് അല്ലേ, പ്രസന്റ് പെർഫെക്റ്റ് അല്ല, അത് സിമ്പിൾ പ്രസന്റിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് അതായത് ഓപ്ഷൻ ഡിയിൽ നാലാമത്തെ ഓപ്ഷനിൽ വരുന്നത് ദ റൂം ലോക്ക്ഡ് എന്നാണ്. ദ റൂം ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ആക്റ്റീവ് ആണ്, അത് പാസീവ് അല്ല. കാരണം അതിൽ ബീന്റെ ഫോം ഇല്ല. ബീന്റെ ഫോം V3യുടെ കൂടെ കൂടിയാൽ മാത്രമേ ബി അല്ലെങ്കിൽ ബീന്റെ ഫോം, അതായത് ഒന്നുകിൽ ബി അല്ലെങ്കിൽ ആമീസാറ് അല്ലെങ്കിൽ വാസ് വെയർ അല്ലെങ്കിൽ ബീയിങ് അല്ലെങ്കിൽ ബീന്, ഈ 8 വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് V3യുടെ കൂടെ വന്നാൽ മാത്രമേ പാസീവ് ആവൂ എന്നുള്ളത് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. നെക്സ്റ്റ്, I ate a banana is the active form of I ate a banana എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രാമ കിൽഡ് രാവണ പോലുള്ള ഒരു സെന്റൻസ്. അപ്പൊ 8 പെട്ടെന്ന് നമുക്ക് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വേർബ് പെട്ടെന്ന് നമ്മൾ ആക്റ്റീവ് വേർബ് പാസീവ് വോയിസിലേക്ക് കടക്കാൻ പഠിക്കണം. 8 സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ ബിയുടെ സിമ്പിൾ പാസ്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ. അപ്പൊ ഒന്നുകിൽ വേറെ ഈറ്റൺ ആണ് അല്ലെങ്കിൽ വാസ് ഈറ്റൺ ആണ്. കാരണം 8ന്റെ മൂന്നാമത്തെ ഫോം ഈറ്റൺ ആണല്ലോ, ഈറ്റൺ എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണോ വാസ് ഈറ്റൺ ഉള്ളത് എവിടെയാണോ വേറെ ഈറ്റൺ ഉള്ളത് നോക്കാം. സെന്റൻസിന്റെ സബ്ജക്റ്റ് മാറ്റിയിട്ടുണ്ടോ, സബ്ജക്റ്റും ഒബ്ജക്റ്റും മാറ്റിയിട്ടുണ്ടോ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും പറയുന്നത് I was eaten by a banana, I had been eaten a banana. തീർത്തും തെറ്റാവുമല്ലോ. കാരണം ഐയുടെ സ്ഥാനം ഐ അതേപടി വെക്കാൻ പറ്റില്ല ബേസിൽ. അവിടെ ബനാന കാരണം ബനാന രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബിയും സിയും ഒഴിവാക്കണം. I was eaten by a banana അർത്ഥം എന്താണ്? ഒരു പഴം, ഒരു നേന്ത്രപ്പഴം എന്നെ തിന്നു എന്നാണ്. I was eaten എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു എന്നല്ല. I was eaten പാസീവിലേക്ക് പോയി. അന്നേരം അർത്ഥം വരുന്നത് എന്നെ തിന്നു എന്നാണ്. അപ്പൊ ബനാന എന്നെ തിന്നു എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും. I had been eaten എന്ന് പറഞ്ഞാലും എന്നെ തിന്നു എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ബൈ എ ബനാന എന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താ? എ ബനാന ഹാസ് ഈറ്റൺ ബൈ മീ. ഓപ്ഷൻ ഡിയിലോ എ ബനാന വാസ് ഈറ്റൺ ബൈ മീ. അപ്പൊ 8ന് നമുക്ക് വേണ്ടത് 8 സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം പാസ്റ്റ് ആയതുകൊണ്ട് ബിയുടെ പാസ്റ്റ് വാസ് അല്ലെങ്കിൽ വേറാണ്. ഇതിലൊന്ന് ആകെ വാസ് വേറില്ല. ഇതിൽ വാസ് ഉള്ള ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അങ്ങനെ വേണ്ട പിന്നെ ആ ഉത്തരേ എടുക്കണ്ട്, വേറെ ഒന്നും നോക്കണ്ട. ഹാസ് ഈറ്റൺ ഓപ്ഷൻ എ ബനാന ഹാസ് ഈറ്റൺ ബൈ മീ എന്തുകൊണ്ടാ തെറ്റെന്ന്? അതിൽ ഹാസ് ഉണ്ട്. ഹാസ് വരണമെങ്കിൽ ഈ സെന്റൻസിൽ ആസോ ഹാവോ വരണം ആക്റ്റീവ് വോയിസിൽ. ആസും ഹാവും വന്നിട്ടില്ല, അതുകൊണ്ട് അത് ആവശ്യമില്ല. മാത്രമല്ല അവിടെ മറ്റൊരു തെറ്റെന്താ? ഹാസ് ഈറ്റൺ എന്നാണുള്ളത്. ഹാസ് ഈറ്റൺ പാസീവ് അല്ല. എ ബനാന ഹാസ് ഈറ്റൺ എന്ന് പറഞ്ഞാൽ ഒരു ബനാന തിന്നിട്ടുണ്ടെന്നാ. ബനാന വേറെ ആരെങ്കിലും തിന്നണം, ബനാനക്ക് തിന്നാനൊന്നും കഴിയില്ലല്ലോ. അവിടെ എ ബനാന ഹാസ് ബീൻ ഈറ്റൺ എന്ന് പറഞ്ഞാൽ അത് പാസീവാ. പക്ഷെ ടെൻസ് മാറും, ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആവും. നമുക്ക് ആ ടെൻസ് ഹാസ് ബീൻ ഈറ്റൺ ഉണ്ടായാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടെൻസ് എടുക്കാൻ പറ്റില്ല. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾക്ക് തന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ടെൻസ് മാറാതെ നോക്കുക. നാലാമത്തെ സെന്റൻസ് നോക്കാം. സ്റ്റുഡൻസ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. സ്റ്റുഡൻസ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ എന്നാണ്. നമ്മൾ ഈ പഠിച്ച നിയമപ്രകാരം നോക്കുമ്പോൾ റൂൾസ് ഒക്കെ പിന്നെ റൂൾസ് ഓഫ് ദി സ്കൂൾ തന്നെ എല്ലാ സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് ഷുഡ് ഒബേ. ഷുഡ് ഒബേ ഇതല്ലേ? ഷുഡ് ഓക്സിലറി വേർബാണ്, ഒബേ വേർബാണ്. അപ്പൊ ഷുഡ് എന്തായാലും എവിടെ വേണം? ഓപ്ഷൻ നമ്മളെ പാസീവില് ഷുഡ് വേണം. ഓപ്ഷൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ 4 ഓപ്ഷൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്ഥലത്ത് മാത്രം ഷുഡ്. ഓപ്ഷൻ എയില്. ഓപ്ഷൻ ബിയിൽ നോക്കുമ്പോൾ ഷാല്. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ ഹാസ്. പിന്നെ ഡിയിലെ നൺ ഓഫ് ദീസ്, അത് വിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ധൈര്യപൂർവം വേറൊന്നും ചിന്തിക്കണ്ട. ഇതിൽ ഒരു ഷുഡല്ലുള്ളൂ, വേറെ ഷുഡില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഓപ്ഷൻ എ ആണ് ഉത്തരമെന്ന് പറയാം.
കാരണം ആക്റ്റീവിലെ ഷുഡ് പാസീവില് വേണം. ഒബൈ ഒന്നാമത്തെ ഫോം, ഷുഡിന് ശേഷം ഒന്നാമത്തെ ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫോം ബി ആണ്, ഒബേന്റെ ഒബൈഡ്. അപ്പോൾ ബി ഒബൈഡ് മൂന്നാമത്തെ ഫോം. ഇതൊന്നും ചിന്തിക്കാനില്ല. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എടുക്കാൻ കഴിയണം. PSC പരീക്ഷ എഴുതുന്ന സമയത്ത് സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ കണ്ടമാനം കാട് കയറി ചിന്തിച്ചിട്ട് സമയം കളഞ്ഞാൽ ഉത്തരം കിട്ടുന്ന, ശരിക്കും പെട്ടെന്ന് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം എഴുതാൻ സമയം കിട്ടിയെന്ന് വരില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ടൈം മാനേജ്മെന്റ് PSC പരീക്ഷയിൽ വളരെ നിർണായകമാണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഉത്തരത്തിലെത്തിയാൽ അത്രയും നമുക്ക് സമയം ലാഭിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഷുഡ് ഉണ്ട് സെന്റൻസിൽ. അപ്പോൾ ആ ഷുഡ് നിർബന്ധമായും പാസീവിലാണ്. ഒരു ഓപ്ഷനിൽ ഷുഡ് ഉണ്ട്. പിന്നെ വേറെ ചിന്തിക്കൊന്നും വേണ്ട, ഉടനെ നമുക്ക് അത് എടുത്ത് എഴുതേണ്ടതാണ്. പിന്നെ ഇവിടെ നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ എഴുതിയ ഷുഡ് ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. നൺ ഓഫ് ദീസ് ഇല്ലെങ്കിൽ അവിടെ വേറെ വില്ലാണുള്ളതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ചില സമയത്ത് ഇവിടെ തെറ്റ് കൊടുക്കും. നമ്മൾ ഷുഡ് എന്ന് എടുത്തിട്ട് എഴുതുമ്പോൾ പ്രശ്നം, നൺ ഓഫ് ദീസ് വരുമ്പോൾ, ഇതുപോലെ ഏത് ചോദ്യമായാലും നൺ ഓഫ് ദീസ് വന്നാൽ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ നോക്കേണ്ടത് ദ റൂൾസ് ഓഫ് ദ സ്കൂൾ, അതാണ് ഒബൈക്ക് ശേഷമുള്ള, അത് ഫസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ബൈ സ്റ്റുഡൻസ് ഇവിടെ കൊടുത്തിട്ടില്ല, അത് പോട്ടെ. പിന്നെ നോക്കേണ്ടത് ഷുഡ് ഒബൈ എന്നത്, ഷുഡ് അതേപടി വന്നിട്ടുണ്ട്. ഓക്കെ, ഒബൈ ഒന്നാമത്തെ ഫോമാണ്, അത് ബി ഒബൈഡ് എന്നാണ്. ഇപ്പൊ കില്ലാണെങ്കിൽ ബി കിൽഡ്, ഹെൽപ്പ് ആണെങ്കിൽ ബി ഹെൽപ്ഡ്, റൈറ്റ് ആണെങ്കിൽ ബി റിട്ടേൺ, ഇങ്ങനെയാണ് വരേണ്ട ഓക്സോവിന് ശേഷം വരുമ്പോൾ. അതും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ, ദ പാസീവ് ഫോം ഓഫ് ദ സെക്രട്ടറി ഗാർലൻഡഡ് ദ ചീഫ് ഗസ്റ്റ്. ഇവിടെ ഗാർലൻഡഡ് എന്നുള്ള ഒരു വേർബാണ് വന്നിട്ടുള്ളത്. അത് കിൽഡ് പോലുള്ള ഒരു വേർബാണ്. രാമ കിൽഡ് രാവണ, അതിലെന്തില്ല, ഓക്സിവോ ഇല്ല. ED ഫോമാണ്, ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നിക്ക് വാസ് എടുക്കണം, അല്ലെങ്കിൽ വേറെ എടുക്കണം, എന്നിട്ട് ഈ ഗാർലൻഡഡ് അതേപോലെ വെക്കണം. അപ്പൊ എന്താ സംഭവിക്കുക, വാസ് അല്ലെങ്കിൽ വേറെ നമുക്ക് വേണ്ട. അത് ഉറപ്പിച്ചില്ല മനസ്സിൽ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല വാസ് ഉള്ളൂ, ഓപ്ഷൻ എയില്. ഓപ്ഷൻ ബിയിൽ ഈസാണ്, പറ്റില്ല. ഗാർലൻഡ് എന്നല്ല, അല്ലെങ്കിൽ ഗാർലൻസ് എന്നല്ല ഉള്ളത്, ഗാർലൻഡഡ് എന്നാണ്. ഗാർലൻഡഡ് എന്ന് പറയുമ്പോൾ അത് എന്തായി, പാസ്റ്റായി. അതിൻ്റെ കൂടെ ഓക്സോ ഒന്നുമില്ല. അപ്പൊ അതെന്താണ്, അത് സ്വാഭാവികമായും സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ബിയുടെ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ബിയുടെ ഫോം വാസ് അല്ലെങ്കിൽ വേറാണ്. അപ്പോൾ ഈസ് പറ്റില്ല. ഹാസ് ബീൻ ഉണ്ട്, ദ ചീഫ് ഗസ്റ്റ് ഹാസ് ബീൻ. ഇത് നാലും പാസീവ് ആണ് ശരിക്കും പറയുമ്പോൾ. ദ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് ഈസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് ഹാസ് ബീൻ ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി, ദ ചീഫ് ഗസ്റ്റ് വിൽ ബി ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി. ഇത് നാലും കൃത്യമായി പാസീവ് ആണ്, അർത്ഥം പൂർണ്ണമാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ടെൻസ് മാറിപ്പോകുന്നുണ്ട്. ഈസ് ഗാർലൻഡഡ് പ്രസന്റ് സിമ്പിളിലേക്ക് പോകുന്നു. ഹാസ് ബീൻ ഗാർലൻഡഡ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോകുന്നു. വിൽ ബി ഗാർലൻഡഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ സിമ്പിളിലേക്ക് പോകുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്ക് ഏത് വേണം, ഗാർലൻഡഡ് പാസ്റ്റ് ആണ്, നമുക്ക് പാസ്റ്റ് തന്നെ വേണം. പ്രസന്റും പെർഫെക്റ്റും ഫ്യൂച്ചറൊന്നും പറ്റില്ല. അതിലുള്ള പാസ്റ്റ് ഏതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ദ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലൻഡഡ് ബൈ ദ സെക്രട്ടറി. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണും. നിങ്ങൾ ഒന്നുകൂടി മനസ്സിലായിട്ട് ഒന്ന് വീണ്ടും 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 കേട്ടിത് മനസ്സിലാക്കുക. ഇനി നമുക്ക് പോകേണ്ടത് ആറാമത്തെ ചോദ്യത്തിലേക്ക്.